ബലാത്സംഗ കേസിൽ ഒളിവിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ MLA നാളെ മുൻകൂർ ജാമ്യം പരിഗണിക്കുന്നതിന് മുൻപ് അറസ്റ്റ് ചെയ്യാനുള്ള നീക്കവുമായി പോലീസ്. രാഹുൽ രക്ഷപ്പെട്ട ചുവന്ന പോളോ കാറിന്റെ ഉടമയായ സിനിമാ താരത്തെ ചോദ്യം ചെയ്യും. 6 ദിവസമായി ഒളിവിലുള്ള രാഹുലിനും കൂട്ടുപ്രതി ജോബിക്കുമായി കേരളത്തിന് പുറമെ തമിഴ്നാട്ടിലും ബംഗളൂരുവിലും തെരച്ചിൽ ഊർജിതമാണ്. യുവതിയുടെ ഫ്ളാറ്റിലെ CCTV ദൃശ്യങ്ങൾ പ്രത്യേക അന്വേഷണ സംഘം ശേഖരിച്ചു. TV പ്രസാദും ഇക്ബാൽ അറക്കിലും ചേരുന്നു. ആദ്യം TV പ്രസാദിലേക്ക്. ഗുഡ് മോർണിംഗ് പ്രസാദ്. രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെ എന്നുള്ള ചോദ്യത്തിന് ഇപ്പോൾ 6ാം ദിവസമായിരിക്കുന്നു. ഇപ്പോഴും ആ തെരച്ചിൽ തുടരുകയാണ്. ഒരു MLA കുറിച്ചാണ് ഈ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ കണ്ടെത്താനുമായിട്ടില്ല. പക്ഷേ നാളെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന് മുൻപ് കണ്ടെത്തണം എന്നുള്ളൊരു നീക്കത്തിലാണ് അന്വേഷണ സംഘം. അങ്ങനെ കണ്ടെത്താൻ സാധിക്കുമോ? അടുത്തെത്തിയിട്ടുണ്ടെന്നാണോ മനസ്സിലാക്കുന്നത്? ഗുഡ് മോർണിംഗ് ശ്രുതി, കീർത്തന. രാഹുലിനെയും തെരഞ്ഞുകൊണ്ടുള്ള പോലീസ് സംഘത്തിൻ്റെ നീക്കം കുറച്ചുകൂടി കർശനമാവുകയാണ് എന്നുള്ളതാണ്. ഇപ്പോഴും ഒഴിവിൽ തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഏതാണ്ട് ലൊക്കേറ്റ് ചെയ്തു എന്ന വിലയിരുത്തലിലാണ് പോലീസ് നേതൃത്വം ഉള്ളതെങ്കിലും രാഹുലിലേക്ക് എത്താൻ കഴിയുന്നില്ല എന്ന വിവരം തന്നെയാണുള്ളത്. മുൻകൂർ ജാമ്യ ഹർജി തിരുവനന്തപുരം കോടതിയിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും അവിടെ ജാമ്യ ഹർജി പരിഗണിക്കുന്നതിന് മുമ്പ് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്യാനുള്ള നിർദ്ദേശമാണ് ADGP കീഴുദ്യോഗസ്ഥർക്ക് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെ വളരെ സജീവമായിട്ടാണ് ഉദ്യോഗസ്ഥർ എല്ലായിടങ്ങളിലും പരിശോധന നടത്തുന്നത്. ഇന്നലെ രാത്രിയടക്കം പലയിടങ്ങളിലും പല പ്രധാനപ്പെട്ട ഇടങ്ങളിലും പരിശോധന നടത്തി. കേരളത്തിലെ പാലക്കാട് കൂടാതെ കോയമ്പത്തൂരും ബംഗളൂരു കേന്ദ്രീകരിച്ചും വ്യാപകമായി പോലീസ് തെരച്ചിൽ നടത്തുന്നുണ്ട്. മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സുഹൃത്ത് ജോബി ജോസഫും കൂടി പിടികൂടാനുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ രണ്ടുപേരുടെയും സുഹൃത്തുക്കൾ, ബന്ധുക്കൾ എല്ലാവരെയും കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട്. ഒപ്പം ആ സിനിമ രംഗത്ത് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് സഹായം കിട്ടിയതായി സംശയമുണ്ട്. വാഹനം ഉൾപ്പെടെയുള്ള ആ കാര്യത്തിലേക്കും പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും അങ്ങനെ പോയി കീഴടങ്ങിക്കോട്ടെ എന്ന നിലപാടിലല്ല പോലീസ് ഉള്ളത്. പകരം അറസ്റ്റ് ചെയ്യാൻ ഉള്ള സാധ്യതയാണുള്ളത്. ഏത് സമയവും, അതായത് കീഴടങ്ങുന്നതിന് മുമ്പ്, കോടതിയിൽ കീഴടങ്ങാനുള്ള ഒരു സാഹചര്യമുണ്ടെങ്കിൽ അതിനു മുമ്പ് അറസ്റ്റ് ചെയ്യാൻ തന്നെയാണ് നീക്കം. അതിനുള്ള പരിശോധനയാണ് സജീവമായി പുരോഗമിക്കുകയും ചെയ്യുന്നത്. ശ്രുതി, കീർത്തന. ശരി, TV പ്രസാദാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇക്ബാൽ അറക്കിൽ കൂടി വിവരങ്ങളുമായി ചേരുന്നു. ഇക്ബാൽ, വളരെ നിർണായകമായ വിവരമാണ് ഇന്നലെ പുറത്തു വന്നത്. രാഹുൽ മാങ്കൂട്ടലിന് ഒരു സിനിമാ താരം, ചലച്ചിത്ര താരത്തിന്റെ സഹായം ലഭിച്ചുവെന്ന തരത്തിലേക്കുള്ള വിവരങ്ങൾ. അതാരാണ്? ഈ ചുവന്ന പോളോ കാറിലാണ് രാഹുൽ രക്ഷപ്പെട്ടതെന്നുള്ള വിവരങ്ങളും ഇന്നലെ പുറത്തു വന്നിരുന്നു. അപ്പോൾ ഈ സിനിമാ താരത്തെ കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടുണ്ടോ? ആ രീതിയിൽ അന്വേഷണം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? പാലക്കാടുള്ള ഈ SIT സംഘം വ്യാപകമായിട്ടുള്ള അന്വേഷണവും തിരച്ചിലും ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി നടത്തുകയാണ്. ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ഈ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നതിനിടയിലും അതുപോലെ തന്നെ MLA ഓഫീസിലെ ജീവനക്കാരിൽ നിന്ന് മൊഴി ശേഖരിക്കുന്നതിനിടയിലും ഇത്തരത്തിൽ ഒരു ചുവന്ന പോളോ കാറിലാണ് രാഹുൽ പാലക്കാട് നിന്ന് രക്ഷപ്പെട്ടത് എന്ന രീതിയിലുള്ള വിവരത്തിലേക്ക്, നിഗമനത്തിലേക്ക് SIT സംഘം എത്തുന്നത്. പിന്നീട് ഈ കാർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനിടയിലാണ് ഇതൊരു ചലച്ചിത്ര താരത്തിൻ്റെതാണ്, പ്രശസ്തമായിട്ടുള്ള ഒരു ചലച്ചിത്ര താരത്തിൻ്റെ തന്നെയാണ് ഈ കാർ എന്ന ഒരു കണ്ടെത്തലിലേക്ക് അല്ലെങ്കിൽ നിഗമനത്തിലേക്ക് ഈ SIT സംഘം കടക്കുന്നു. ഏതായാലും ഈ കാർ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് ഇന്നലെ പോലീസ് സംഘം നടത്തിയത്. പക്ഷേ കാര്യമായിട്ടുള്ള ദൃശ്യങ്ങളൊന്നും ഈ കാറിൻ്റേത് SIT സംഘത്തിനോ അല്ലെങ്കിൽ പാലക്കാട് പോലീസ് സംഘത്തിനോ കണ്ടെത്താൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ഈ ചലച്ചിത്ര താരത്തെ ഏതായാലും ബന്ധപ്പെട്ട് അവരിൽ നിന്ന് മൊഴി കൂടുതൽ രേഖപ്പെടുത്താനുള്ള ഒരു നീക്കത്തിലേക്കാണ് ഇനി SIT സംഘം കടക്കുന്നത്. അതിനോടൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം ഈ കണ്ണാടിയിൽ നിന്ന് രാഹുൽ പാലക്കാട്ടേക്ക് വരികയും പിന്നീട് പാലക്കാട് നിന്ന് രക്ഷപ്പെടുന്ന എല്ലാം സമയത്ത് രാഹുലിനൊപ്പം ഉണ്ടായിരുന്ന MLA ഓഫീസിലെ 2 ജീവനക്കാർ, ആ 2 ജീവനക്കാരെ വീണ്ടും ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലേക്ക് ഉൾപ്പെടെ SIT കടക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് കൂടുതൽ ആളുകളെ പാലക്കാട്ടെ പോലീസ് സ്റ്റേഷനുകളിലേക്ക് അല്ലെങ്കിൽ പാലക്കാട്ടെ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് ഉൾപ്പെടെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനുള്ള നടപടിയിലേക്കായിരിക്കാം ഒരു പക്ഷേ SIT സംഘം നീങ്ങുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ചലച്ചിത്ര താരത്തെയും കൂടി ഏതായാലും അവരിൽ നിന്നും മൊഴിയെടുക്കാനുള്ള നീക്കം നടത്തും. പക്ഷേ അവർ കേരളത്തിലില്ല എന്ന രീതിയിലുള്ള വിവരങ്ങളാണ് പോലീസിൽ നിന്നും ലഭ്യമാവുന്നത്. രാഹുൽ പാലക്കാട് തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു പോലീസ് പറയുന്നത്. പക്ഷേ ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ദിവസമാകുമ്പോഴേക്കും രാഹുൽ തമിഴ്നാട്ടിലേക്ക് നീങ്ങിയിരിക്കാം എന്നൊരു അത്തരത്തിലൊരു സംശയം കൂടി ഇപ്പോൾ ഏതായാലും പോലീസ് പങ്കുവെക്കുന്നുണ്ട്. ഇപ്പോഴും കോയമ്പത്തൂരും അതുപോലെ തന്നെ ബാംഗ്ലൂരും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണങ്ങളും തുടരുന്നുണ്ട്. ഇന്നും രാഹുലിന് വേണ്ടി വ്യാപകമായിട്ടുള്ള പരിശോധന നടത്തും. അതിനിടെ ഈ ഫ്ളാറ്റിലെ CCTV ദൃശ്യങ്ങൾ അതെങ്ങനെയാണ് കാണാതായത് എന്നുൾപ്പെടെ ഇപ്പോൾ SIT സംഘം പരിശോധിക്കുന്നുണ്ട്. ഇന്നലെ ഈ ഫ്ളാറ്റിലെ കെയർ ടേക്കറെ പോലീസ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുമെന്ന
എന്ന രീതിയിലുള്ള വിവരങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ അത്തരത്തിലുള്ള ഒരു പ്രവൃത്തിയിലേക്ക് SIT സംഘം കടന്നിട്ടുണ്ടായില്ല എന്നാണ് ഇപ്പോൾ ഏതായാലും മനസ്സിലാക്കുന്നത്. ഇന്ന് ഈ കെയർടേക്കറെ ഏതായാലും ചോദ്യം ചെയ്യും. ഫ്ളാറ്റിലേക്ക് എത്തി വീണ്ടും തെളിവ് ശേഖരണം ഉൾപ്പെടെ നടത്തും. MLA ഓഫീസിലെ ജീവനക്കാരിൽ നിന്ന് ഉൾപ്പെടെ വീണ്ടും മൊഴിയെടുക്കും SIT സംഘം എന്നുള്ളതും മനസ്സിലാക്കുന്നു. ഓക്കെ, എന്തായാലും രാഹുൽ മങ്കൂട്ടത്തിനായുള്ള തിരച്ചിൽ 6ാം ദിവസവും തുടരുകയാണ്. ഊർജിതമായി തന്നെയാണ് അന്വേഷണം നടക്കുകയും ചെയ്യുന്നത്. TV പ്രസാദും ഒപ്പം ഇക്ബാൽ അറക്കലുമാണ് വിശദാംശങ്ങൾ നൽകിയത്.